സമസ്തയുടെ പൊട്ടിത്തെറിയുടെ കാര്യത്തിൽ ആദ്യം സമസ്ത വിശദീകരണം നൽകിയത് അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഉമർ ഫൈസി മുക്കത്തോട് സദസ്സിൽ നിന്ന് മാറിയേക്കാൻ ആവശ്യപ്പെട്ടത് ബഹാവുദ്ദീൻ നദ്വിയോ? എന്തുകൊണ്ടാണ് മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ വിഭാഗീയത ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിൻ്റെ പരാമർശം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഉമർ ഫൈസി മുക്കം നടത്തിയ കള്ളന്മാർ എന്ന പരാമർശത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ജിഫ്രി തങ്ങളുടെ ഇറങ്ങിപ്പോക്ക്. ഇതോടെ സമസ്തയിലെ ലീഗ് അനുകൂല ലീഗ് വിരുദ്ധ തർക്കം, മുഖപത്രമായ സുപ്രഭാതത്തിലെ പരസ്യം, ലീഗ് അനുകൂല വിഭാഗത്തിൻ്റെ ആദർശ സംരക്ഷണ കമ്മിറ്റി തുടങ്ങിയ വിവാദ വിഷയങ്ങളിലൊന്നും അന്തിമ തീരുമാനമാകാതെ യോഗം പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇറങ്ങിപ്പോക്കിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ജിഫ്രി തങ്ങളും ഇറങ്ങിപ്പോയി എന്ന പ്രചാരണം തെറ്റാണെന്ന് ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാരും പിന്നീട് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ചേർന്ന മുഷാവറ യോഗത്തിൽ നാടകീയ സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. വിവാദ വിഷയങ്ങൾക്ക് പുറമെ മുനമ്പം വിഷയത്തിൽ സമസ്തയുടെ നിലപാട്, ആരാധനാലയ സംരക്ഷണ നിയമം സംബന്ധിച്ച കേസിൽ കക്ഷി ചേരുന്നത് അടക്കമുള്ള അജണ്ടകൾ യോഗത്തിലുണ്ടായിരുന്നു. യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ഉമർ ഫൈസിക്കെതിരായ പരാതിയും അജണ്ടയിലുണ്ടെന്നും അക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഉമർ ഫൈസി യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ട ചർച്ചകൾക്ക് ശേഷം 1.5 മണിക്കൂറോളം കഴിഞ്ഞ് വിവാദ വിഷയം ചർച്ചയ്ക്കെടുത്തു. തൻ്റെ പ്രസംഗം സാദിഖ് അലി തങ്ങൾക്കെതിരെ ആയിരുന്നില്ലെന്ന് ഉമർ ഫൈസി വിശദീകരിച്ചെങ്കിലും ആർക്കെതിരെയാണ് സംസാരിച്ചതെന്ന് വ്യക്തമാക്കണമെന്ന ആവശ്യത്തിന് മറുപടി ഉണ്ടായില്ല. എന്നാൽ ബഹാവുദ്ദീൻ നദ്വി പറയുന്നത് സാദിഖ് അലി തങ്ങളുടെ പേര് പറഞ്ഞില്ല എങ്കിലും ലക്ഷണങ്ങളെല്ലാം പറയുകയും അത് സാദിഖ് അലി തങ്ങളാണെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു എന്നാണ്. ഇതോടെ ഉമർ ഫൈസിയോട് ചർച്ച കഴിയുന്നതുവരെ പുറത്തു നിൽക്കാൻ ജിഫ്രി തങ്ങൾ വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതം അറിയിച്ച് അദ്ദേഹം സദസ്സിൽ തുടരുകയായിരുന്നു. ഇതോടെ മറ്റൊരു മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പ്രസിഡന്റ് പറഞ്ഞിട്ടും പുറത്തിറങ്ങാത്തത് എന്താണെന്ന് ചോദ്യം ചെയ്തു. അതിന് ഉമർ ഫൈസി നൽകിയ മറുപടി, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, ഞാൻ ഒരു കാര്യത്തിലും ഇടപെടില്ല. മാത്രവുമല്ല, നിങ്ങൾ കള്ളന്മാർ, എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാനും അറിയട്ടെ, എനിക്കും അതിന് മറുപടി പറയേണ്ടതാണല്ലോ. മാത്രവുമല്ല, ഇതിന് നിങ്ങൾ കള്ളന്മാർ പറയുന്നത് പോലെ ചെയ്യാനാകില്ലെന്ന് ഉമർ ഫൈസി മറുപടി പറഞ്ഞതാണ് ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത്. കള്ളന്മാർ എന്ന് ഇവിടെ കൂടിയവരെ വിളിച്ചെങ്കിൽ അക്കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുമല്ലോ എന്ന് പറഞ്ഞാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത്. ഇതോടെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാതെ യോഗം പിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ സമസ്തയുടെ യോഗം കഴിഞ്ഞ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പുറത്തു വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് വിവാദ വിഷയങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്കെടുത്തില്ല. കാരണം സമയം തികഞ്ഞില്ല, അതുകൊണ്ട് മറ്റൊരു ദിവസം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ സമസ്ത മുഷാവറ യോഗത്തിന് ശേഷം പുറത്തു വന്ന ഉമർ ഫൈസി മുഖത്തോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജിഫ്രി തങ്ങൾ പറഞ്ഞില്ലേ കാര്യങ്ങൾ, അത് മതി, എല്ലാം അദ്ദേഹം പറയുന്ന പോലെ നടക്കൂ, അതിനപ്പുറം എനിക്കൊന്നും പറയാനാകില്ല എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അബ്ദുൾ സമദ് പൂക്കോട്ടൂരിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും അദ്ദേഹം എഴുന്നേറ്റ് പോയത് അതിൻ്റെ പേരിലാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ വാചകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, താൻ അടിവരയിട്ട് പറയുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, താൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഈ സമയത്ത് ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. മറ്റു ചിലരൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചെന്ന് അറിയാൻ കഴിഞ്ഞു. അതിൽ പങ്കെടുത്ത ചിലരിൽ നിന്ന് ചില വിവരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താനും കഴിയില്ല എന്നാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറയുന്നത്. ഞങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായ ഒരു ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ പറയുകയുള്ളൂ. പക്ഷേ താൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാനടക്കമുള്ള ആളുകളെ കള്ളന്മാരാക്കി, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രതിഷേധിച്ച് പോയതെങ്കിൽ
അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അദ്ദേഹം ഒരിക്കലും അത് നിഷേധിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ജിഫ്രി തങ്ങൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് പൂക്കോട്ടൂർ പറയുന്നത്. അവിടെ നടന്ന കാര്യത്തിൽ ജിഫ്രി തങ്ങൾക്ക് തീർച്ചയായും പ്രയാസം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും. മുഷാവറ യോഗത്തിൽ ആളുകൾക്ക് മുഴുവൻ ടീയെ കൊടുത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷണവും സൗകര്യവുമൊക്കെ കൊടുത്ത് ദൂരെ നിന്ന് കഷ്ടപ്പെട്ട് അവരെ വരുത്തിയിട്ട് ആ യോഗത്തിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിലുണ്ടാക്കിയ മനോവിഷമത്തിൻ്റെ ഏറ്റവും പ്രകടമായ കാര്യമല്ലേ എന്നാണ് പൂക്കോട്ടൂർ ചോദിക്കുന്നത്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയും സമസ്തയും കുറിച്ച് ചോദിക്കുമ്പോൾ പൂക്കോട്ടൂർ പറയുന്നത്, ജമാഅത്ത് ഇസ്ലാമിയും സമസ്തയും ഒരേ ആശയത്തിൽ പോകുന്ന സംഘടനകളല്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. അതിനെ രണ്ടിനെയും ഒരിക്കലും കൂട്ടിക്കെട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തോട് സമസ്തക്ക് ഒരു കടപ്പാടുമില്ല, ഒരു ബാധ്യതയുമില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം വേറെയാണ്, അവരുടെ പ്രവർത്തനം വേറെയാണ്. സമസ്തയുടെ പ്രവർത്തനവും വേറെയാണ്. ഒരിക്കലും ഇതിനെ രണ്ടിനെയും കൂട്ടിക്കെട്ടാനോ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോവാനോ ഇന്ന് സമസ്തയിൽ ഞങ്ങളെന്നല്ല ഒരാൾ പോലും അത്തരം ചിന്ത പ്രകടിപ്പിക്കുന്ന ആരും തന്നെയില്ല എന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത്. അതങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ലെന്നും രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്.